എല്ലാവർക്കും നമസ്കാരം. മുമ്പത്തെ വീഡിയോയുടെ തുടർച്ചയായി ചാർജ് കൺട്രോളറിന്റെ ടെർമിനലുകൾ തിരിച്ചറിയാനും അതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവയാണ്. സീരീസായി കണക്ട് ചെയ്ത ബാറ്ററികൾ ചാർജ് കൺട്രോളറിലേക്ക് ബന്ധിപ്പിക്കുക. പാരലലായി കണക്ട് ചെയ്ത ബാറ്ററികൾ ചാർജ് കൺട്രോളറിലേക്ക് ബന്ധിപ്പിക്കുക. ബാറ്ററികൾ ചാർജ് കൺട്രോളറിലേക്ക് സീരീസിൽ ബന്ധിപ്പിക്കൽ. 12 വോൾട്ട് 10 ആംപിയർ ഹവർ ശേഷിയുള്ള 2 ബാറ്ററികൾ എടുത്ത് അനുയോജ്യമായ സ്ഥലത്ത് വയ്ക്കുക. ഓരോ ബാറ്ററിയിലെയും പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ തിരിച്ചറിയുക. ആദ്യത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനെ രണ്ടാമത്തെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് ഒരു വയർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും രണ്ടാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുകളും ഉണ്ടാകും. ബാറ്ററി പാക്കിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ തിരിച്ചറിയുക. ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ മറ്റൊരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കണം. ശേഷിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ നിങ്ങളുടെ മെഷർമെന്റ് പോയിന്റുകൾ ആയിരിക്കും. നിങ്ങളുടെ മൾട്ടിമീറ്റർ ഓണാക്കുക. DC വോൾട്ടേജ് മെഷർമെന്റ് മോഡ് തിരഞ്ഞെടുക്കുക. മൾട്ടിമീറ്ററിന്റെ ബ്ലാക്ക് അഥവാ നെഗറ്റീവ് പ്രോബ് എടുത്ത് ആദ്യത്തെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് ബന്ധിപ്പിക്കുക. തുടർന്ന് മൾട്ടിമീറ്ററിന്റെ ചുവന്ന അല്ലെങ്കിൽ പോസിറ്റീവ് പ്രോബ് എടുത്ത് രണ്ടാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ബന്ധിപ്പിക്കുക. മൾട്ടിമീറ്റർ ഡിസ്പ്ലേ 2 ബാറ്ററി വോൾട്ടേജുകളുടെ സം കാണിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ബാറ്ററികൾ സീരീസിൽ ബന്ധിപ്പിക്കുമ്പോൾ ഇൻഡിവിജ്വൽ ബാറ്ററികളുടെ വോൾട്ടേജുകൾ ആഡ് ചെയ്യപ്പെടുന്നു. ഇതിനർത്ഥം സീരീസ് കണക്ഷന്റെ മൊത്തം വോൾട്ടേജ് ഔട്ട്പുട്ട് ബാറ്ററികളുടെ വോൾട്ടേജുകളുടെ ആകെത്തുകയാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ആദ്യ ബാറ്ററിയിലെ നെഗറ്റീവ് ടെർമിനൽ ചാർജ് കൺട്രോളറുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. രണ്ടാമത്തെ ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലിനെ ചാർജ് കൺട്രോളറുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. ചാർജ് കൺട്രോളറിന് പാരലലായി ബാറ്ററികൾ കണക്ട് ചെയ്യൽ. 12 വോൾട്ട് 10 ആംപിയർ ഹവർ ശേഷിയുള്ള 2 ബാറ്ററികൾ എടുത്ത് അനുയോജ്യമായ സ്ഥലത്ത് വയ്ക്കുക. ഓരോ ബാറ്ററിയിലെയും പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ തിരിച്ചറിയുക. ആദ്യ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനെ രണ്ടാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. ആദ്യ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനെ രണ്ടാമത്തെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. നിങ്ങളുടെ മൾട്ടിമീറ്റർ ഓണാക്കുക. DC വോൾട്ടേജ് മെഷർമെന്റ് മോഡ് തിരഞ്ഞെടുക്കുക. ബാറ്ററി പാക്കിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ തിരിച്ചറിയുക. 2 ബാറ്ററികളുടെയും പോസിറ്റീവ് ടെർമിനലുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുകയും നെഗറ്റീവ് ടെർമിനലുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുകയും വേണം. മൾട്ടിമീറ്ററിന്റെ ബ്ലാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രോബ് എടുത്ത് ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് ബന്ധിപ്പിക്കുക.
തുടർന്ന് മൾട്ടിമീറ്ററിന്റെ ചുവന്ന അല്ലെങ്കിൽ പോസിറ്റീവ് പ്രോബ് എടുത്ത് അതേ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ബന്ധിപ്പിക്കുക. മൾട്ടിമീറ്റർ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് പ്രദർശിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. രണ്ട് ബാറ്ററികൾ സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരൊറ്റ ബാറ്ററിയുടെ വോൾട്ടേജിന് തുല്യമായി തുടരും. പാരലലായി ബാറ്ററികൾ ബന്ധിപ്പിക്കുന്നത് വോൾട്ടേജ് വർദ്ധിപ്പിക്കുന്നില്ല, പക്ഷേ ഇത് ബാറ്ററി ബാങ്കിന്റെ കപ്പാസിറ്റിയും കറന്റ് കപ്പാസിറ്റിയും വർദ്ധിപ്പിക്കുന്നു. രണ്ട് ബാറ്ററികളിൽ ഏതെങ്കിലും ഒന്നിന്റെ പോസിറ്റീവ് ടെർമിനൽ ചാർജ് കൺട്രോളറുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് ബാറ്ററികളിൽ ഏതെങ്കിലും നെഗറ്റീവ് ടെർമിനലുകളുടെ ചാർജ് കൺട്രോളറുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ സീരീസ് കണക്ട് ചെയ്ത ബാറ്ററികൾക്ക് ചാർജ് കൺട്രോളറുമായി ബന്ധിപ്പിക്കുക, പാരലൽ കണക്ട് ചെയ്ത ബാറ്ററികൾക്ക് ചാർജ് കൺട്രോളറുമായി ബന്ധിപ്പിക്കുക. ഈ എക്സസൈസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.